ഈ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യുമ്പോൾ ചില അമ്മാവന്മാർ എന്തായാലും തെറി വിളിക്കാനുള്ള സാധ്യതയുണ്ട്. വേറൊന്നുമല്ല, നമ്മുടെ പോളോയുടെ സ്റ്റിയറിംഗ് വീലാണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നത് കേട്ടോ. ഇതൊരു നോർമൽ ബേസിക് സ്റ്റിയറിംഗ് വീലാണ്. GT ലൈനുള്ള ഈ സ്റ്റിയറിംഗ് വീൽ നമ്മൾ മാറ്റിയിട്ട് സുന്ദര സുഡാമണിയായിട്ടുള്ള ഒരു കിടിലൻ കാർബൺ ഫൈബർ സ്റ്റിയറിംഗ് വീൽ നമ്മൾ ഇതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്യാൻ പോവാണ്. അതാണ് ഇന്നത്തെ വീഡിയോ കേട്ടോ. എന്തുകൊണ്ടാണ് തെറിവിളി കിട്ടുമെന്നുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം. ഈ വീഡിയോ ഞാൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും അമ്മാവന്മാർ നേരെ വരും, എന്നിട്ട് പറയും 85,000 രൂപ ഒരു കാർ മേടിച്ചൂടെ, 85,000 രൂപ ഒരു ബസ് മേടിച്ചൂടെ എന്ന് പറഞ്ഞിട്ട് കമന്റ് ഇടും. ഇനി നിങ്ങൾക്ക് കമന്റ് ഇടണമെങ്കിൽ ഇട്ടോളൂ, ആരും മൈൻഡ് ചെയ്യാൻ പോകുന്നില്ല. ശരിക്കുള്ള ഒരു വണ്ടി ഭ്രാന്തിന് മനസ്സിലാവും നമ്മുടെ വണ്ടിയിൽ ഓരോ മോഡ് ചെയ്യുമ്പോഴും നമുക്ക് കിട്ടുന്ന ഒരു ഫീൽ എന്താണെന്ന്. സ്റ്റിയറിംഗ് വീൽ ചേഞ്ച് ചെയ്യാൻ വേണ്ടി നമ്മൾ വന്നേക്കുന്നത് ട്രിവാൻഡ്രം RVS മോട്ടോ ഹബിലാണ്. ഇവിടെ വന്നപ്പോൾ കംപ്ലീറ്റ് പ്രീമിയം വണ്ടി, ഓഡി, BMW, ബെൻസ്, പോർഷെ, അങ്ങനെ നിങ്ങൾക്ക് ഒരു പ്രീമിയം വണ്ടി സർവീസോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ പരിപാടി ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ ഒരു അടിപൊളിയായിട്ട് ചെയ്തു തരും. നമ്മുടെ വണ്ടിയുടെ വർക്ക് വളരെ സിമ്പിൾ ആയിട്ട് പെട്ടെന്ന് തന്നെ അവർ ചെയ്തു തന്നിട്ടുണ്ടായിരുന്നു. കൂടെ എയർ ബാഗിന്റെ കോൺഫിഗറേഷനും ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും വളരെ ബേസിക് ആയിട്ട് നമ്മുടെ സ്റ്റിയറിംഗ് വീൽ ചേഞ്ച് ചെയ്തിട്ട് നമ്മൾ കാർബൺ ഫൈബറിലോട്ടുള്ള സ്റ്റിയറിംഗ് വീൽ മാറ്റിയപ്പോഴത്തേക്കും നല്ല ലുക്കായി, വണ്ടിക്കകത്ത് കാണാനൊരു ലുക്കായി, നല്ല പ്രീമിയം സെറ്റപ്പ്. അതുപോലെ തന്നെ റവ് ചെയ്യുന്ന സമയത്ത് ഈ സ്പീഡോമീറ്റേഴ്സിൽ വരുന്ന ഈ സാധനങ്ങളൊക്കെ കാണാൻ നല്ല രസമില്ല. അതിനകത്ത് കുറെ ഫംഗ്ഷൻസ് ഒക്കെ ഉണ്ട്, എല്ലാം പഠിച്ചു വരുന്നേ ഉള്ളൂ. അതിനുള്ള ഡീറ്റെയിൽ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി, ഞാൻ പോസ്റ്റ് ചെയ്യാൻ കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.